നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെന്റെ തീരുമാനം. സിസ്റ്റർ, ഈ സുനിത ഡോക്ടറിന്റെ റൂം എവിടെ? നേരെ ചെന്ന് ഫസ്റ്റ് ലെഫ്റ്റ്, അവിടെ റൂം നമ്പർ 117. പേരെന്താ? അല്ല, ഞാൻ ഇറങ്ങാൻ തുടങ്ങായിരുന്നു. ഇന്ന് ഇത്തിരി കേസുകൾ കൂടുതലുണ്ടായിരുന്നു. ഓക്കെ, സീ യു. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഓ, അല്ല, ഡോക്ടർക്ക് വീട്ടിൽ പോക്കൊന്നുമില്ലേ? ആ, സേവനമല്ലേ ശരത്തെ നമ്മുടെ ജീവിത ലക്ഷ്യം. ഓ, അല്ല, ശരത്ത് എന്താ പതിവില്ലാതെ ഈ രാത്രി? ഓ, ഞാൻ ചുമ്മാ ഈ പാവപ്പെട്ട രോഗികളൊക്കെ വിസിറ്റ് ചെയ്യുന്നു ഒരു പുണ്യ പ്രവൃത്തിയല്ലേ. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ശരത്ത് വെറുതെ ഒരു പുണ്യപ്രവൃത്തി ചെയ്യില്ലാന്ന് എനിക്കറിയാം. അമലിനെ കാണാൻ വന്നതല്ലേ? മനസ്സിലാക്കി കളഞ്ഞല്ലോ മേഡം. ശരത്തിന്റെ കുട്ടിപ്പട്ടാളത്തിലെ കൂലിപ്പടയാളിയാണ് അവനെന്ന് എനിക്കറിയാം. എനിക്ക് മാത്രമല്ല, ഡോക്ടർ നിരഞ്ജനും ദേവികയ്ക്കും അറിയാം. എന്നിട്ട് അവനെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന്റെ പിന്നിൽ അവർക്ക് എന്തോ ലക്ഷ്യമുണ്ടെന്ന് കൂട്ടിക്കോ. എന്തായാലും ശരത്ത് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. നല്ല ഒന്നാം തരമായി വാരിക്കുഴി എടുക്കുന്ന ആളാ ശരത്ത്. അത് ഭംഗിയായിട്ട് മൂടാനും എനിക്കറിയാം. ആ കുഴിയിൽ ആരെയിട്ട് മൂടണമെന്നും ഞാൻ തീരുമാനിക്കും. തൽക്കാലം ആ പയ്യനെ കണ്ടു പോകാൻ നോക്ക്. ഇവിടെ കിടന്ന് അധികം കറങ്ങാതെ. ദേ, ഈ ഫ്ലോറിൽ തന്നെയാ, നേരെ ചെന്നാ മതി. ശരി, പോട്ടെ. തീരാറായല്ലോടാ. നീയല്ല, ഡ്രിപ്പേ. ഇവിടെ ഇങ്ങനെ കിടന്നാ മതിയോ? വീട്ടിൽ പോകണ്ടേ? പോണം. പൈസ ഇല്ലെന്നോർത്ത് നീ ടെൻഷൻ ആവണ്ട. ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കും. നമുക്ക് ഇനിയും ഒരുപാട് പണികളുള്ളതാ. നീ എന്താണോ ഒന്നും മിണ്ടാത്തത്? അത് ക്ഷീണം കൊണ്ടാണ്. ആ ചിതാഭസ്മം അടങ്ങിയ മൺകുടം നീ എവിടെ വെച്ചിരിക്കുന്നു? അത് ഞാൻ ഭദ്രമായി ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എവിടാ? അത് അണ്ണന് പറഞ്ഞാൽ അറിയത്തില്ല. ഞാൻ എടുത്തുതരാം. ശരി, എടുത്തു തരണം. പിന്നെ അത് പൊട്ടിയിട്ടൊന്നുമില്ലല്ലോ? ഇല്ലണ്ണ, അത് ഞാൻ വളരെ സേഫായിട്ടാ വെച്ചിരിക്കുന്നത്. മേടുക്കൻ. ആ കുടത്തിനും ചാരത്തിനും എന്നെ സംബന്ധിച്ച് കോടികളുടെ വിലയാണ്. ഇനി നീ ആശുപത്രി തുടരുന്നത് അത്ര സേഫ് അല്ല.
നിനക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറാടാ. നീയേ ഡിസ്ചാർജ് ആവശ്യപ്പെട്ടാ മതി. നോക്കണ്ണ. ആ എന്നാ പിന്നെ ഞാൻ ഇറങ്ങിയേക്കോ. എത്രയും പെട്ടെന്ന് ആ മൺകൂടെ എനിക്ക് എടുത്തു തരണം. ആ തരാം. ആ പിന്നെ ഈ വിവരം നീ ആരോടും പറയരുത്. വലിയ കേസും പുകിലും ഒക്കെ ആവും. ശരി, നീ ഉറങ്ങിക്ക. മാഡം, ഒരാള് മാഡത്തെ കാണാൻ വന്നിരിക്കുന്നു. ആര്? ശരത്തെന്നോ മറ്റോ ആണ് പേര് പറഞ്ഞത്. നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവനോ? അവനെന്താ ഇവിടെ? ആ അപകടം പറ്റിയ പയ്യനെ കാണാൻ വന്നതാണെന്ന് തോന്നുന്നു. വരാൻ പറയും. ശരി മാഡം. എന്താ ശരത്തെ, പുതിയ ക്യാഷ് ഇടപാട് വല്ലതുമാണോ? അയ്യോ അല്ല മാഡം. ഇരിക്ക്. അയ്യോ ഇരിക്കാനൊന്നും നേരമില്ല മാഡം. സീൻ ചെറുതാ. വലിച്ചു പരത്തി പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. എന്താണാവോ ആ ചെറിയ കാര്യം? എന്റെ പയ്യന്മാരിൽ ഒരാൾക്ക് അപകടം പറ്റി കിടക്കുന്നറിയാമല്ലോ. അതിന്? അത് ഞാൻ ഏൽപ്പിച്ചൊരു പണി ചെയ്ത് വന്നപ്പോഴാ അവർക്ക് പണി കിട്ടിയത്. എന്തു പണി? ആ സുധിയുടെ രക്തസാക്ഷി മണ്ഡപം ഞാൻ പറഞ്ഞിട്ടാ അവനത് പൊളിച്ചത്. സുധിയുടെ ചിതാഭസ്മം അണങ്ങിയ കലശം എടുത്തോണ്ട് പോരുകയും ചെയ്തു. അതെവിടെ? അപകടത്തിന് തൊട്ടു മുമ്പ് അത് അവൻ എവിടെയോ ഒളിപ്പിച്ചു. തരും. അത് കിട്ടുമ്പോ നീ അത് നിന്നെ ഏൽപ്പിക്കണം. തരാം. എനിക്കെന്തിനാ ഈ സുധിയുടെ ചുടല ഭസ്മം? ആന നിന്നാലും ചരിഞ്ഞാലും ലാഭം 12,000. അതായി എന്റെ പോളിസി. മനസ്സിലായി. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. സ്വാമി ഒരു കാര്യം ചെയ്യും, നേരെ ഹോസ്പിറ്റലിലേക്ക് പോരെ. ഓ അമലിനെ കാണാൻ വന്നതായിരിക്കും അല്ലേ? ആ അമൂൽ ബേബിയുടെ ക്ഷേമം അന്വേഷിക്കാൻ. അവനെ മനസ്സിലായില്ലേ ഡോക്ടർ സാറിന്? ശരത്തിന്റെ വലം കൈയിലെ ചെറുവിരൽ. ഓ പണ്ട് ദേവികയുടെ പണം തട്ടിയവരുടെ കൂട്ടത്തിലും നിരഞ്ജന്റെ, അയ്യോ സാറിന്റെ തലവട്ടിയുടെ കനം പരീക്ഷയുടെ കൂട്ടത്തിലും ഇവനുണ്ടായിരുന്നു. നീ എന്ത് കരുതിയതാ ഞാനൊരു മണ്ടനാണെന്നോ? അമൽ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാനും ദേവികയും അവനെ രക്ഷിച്ചത്, സംരക്ഷിക്കുന്നത്. നിന്റെ ക്രിമിനൽ സംഘത്തിന്റെ ആണിവിരൽ ഞാനങ്ങ് മുറിച്ചു.